വലിയ മത്സരം നടന്ന ഈ മത്സരം നടക്കുന്നത് ബ്രസീലിലെ റിയോ ഡി ജനീറയിലല്ല, അവിടുത്തെ പച്ചപ്പരവതാനി വിരിച്ച ഫുട്ബോൾ മൈതാനത്തിലല്ല. ഈ മത്സരം നടക്കുന്നത് എവിടെയെന്നറിയോ? ആ ഫുട്ബോൾ മൈതാനത്തിന്റെ 10,000 അംശം വലിപ്പമില്ലാത്ത ഈത്തപ്പനമരത്തിന്റെ ഓലകള് ചാരിവെച്ച ഹബീബായ മുത്തിന്റെ മസ്ജിദുൻ നബവി മദീന നഗരത്തിലെ മസ്ജിദുൻ നബവിയിൽ ഒരു മത്സരം നടക്കുകയാണ്. ആരാ മത്സരത്തിന്റെ റഫറി ആരെന്നറിയോ? ഈ ലോകത്തെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞ ആദർശ സത്തേ ആമിനയുടെ മുത്തേ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആരാ മൈതാന മധ്യത്ത് കിടക്കുന്ന മിഡ്ഫീൽഡർമാരാരാ? തന്റെ മുമ്പിൽ നിൽക്കുന്ന ആയിരക്കണക്കിന് സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹാബ യുദ്ധം നടക്കാൻ പോവുകയാ. എതിരാളികൾ ഇസ്ലാമിനെ തകർക്കാൻ മുൻപന്തിയിൽ നിൽക്കുകയാണ്. ഇസ്ലാമിന്റെ നിലനിൽപ്പ് പോലും ഭീഷണിയില്ല. ഇസ്ലാമിന് വേണ്ടി കൊടുക്കാൻ ഒരു നാണയം പോലും കയ്യിലില്ല. ആരാ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സഹായിക്കുന്നത്? ആരാണ് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സഹായിക്കുന്നത്? മദീനത്തെ പള്ളിയുടെ മൂലയിൽ നിന്ന് പ്രിയപ്പെട്ട പ്രപഞ്ചനായകന്റെ ഏറ്റവും വലിയ ശബ്ദം വരുമ്പോ ഹബീബായ നബിയുടെ മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ഇരിക്കുന്നുണ്ട്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് നബവി ഒരു മത്സരം നടക്കാൻ നന്മയ്ക്കു വേണ്ടി ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, ഇസ്ലാമിന് ഏറ്റവും വലിയ ആവശ്യത്തിന്റെ കാലഘട്ടമാണ്, ആരാണ് ഒന്ന് സഹായിക്കാനുള്ളത്? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. മത്സരം എല്ലായിടത്തും, മത്സരമില്ലാത്തൊരു മേഖലയില്ല. യഥാർത്ഥത്തിൽ ഒരു പെട്ടിക്കച്ചവടക്കാരനാണെങ്കിൽ പോലും അടുത്ത പെട്ടിക്കട കച്ചവടക്കാരനോട് കച്ചവടത്തിലെങ്കിലും ഒരു മത്സരം ഉണ്ടാവും. കച്ചവടത്തിൽ മത്സരമുണ്ട്, കഴിവുകളിൽ മത്സരമുണ്ട്, സൗന്ദര്യത്തിൽ മത്സരമുണ്ട്. അങ്ങനെ എല്ലാ കാര്യത്തിലും മത്സര ബുദ്ധി എന്ന് പറയുന്നത് മനുഷ്യരിൽ അന്തർലീനമായി കിടക്കുന്ന ഒരു സ്വഭാവം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദുൻ നബവിയിലാണ് മത്സരം നടക്കുന്നത്. മത്സരം നന്മയ്ക്കു വേണ്ടിയാണ്, തിന്മയ്ക്കു വേണ്ടിയല്ല. നാം ഈ പറഞ്ഞ ഒരു മത്സരവുമല്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ വാക്യം വന്നു, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ആരാ സഹായിക്കാനുള്ളത്? ആ സമയത്തെ ഹബീബായ മുത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉണ്ട്, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഈ ചോദ്യം വരേണ്ട താമസം ഉമർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് നിന്ന് തന്റെ വീട്ടിലേക്ക് ഓടുകയാ. ആ സമയത്ത് ഉമറിന്റെ മനസ്സിൽ ഓടുമ്പോഴുമുള്ള ചിന്ത എന്താണെന്നറിയോ? ഏത് സമയത്ത് അല്ലാഹുവിന്റെ റസൂല് സദഖയുടെ കാര്യം ചോദിച്ചാലും, ഏറെ കൊടുത്തിട്ട് ഒന്നാമനാകണമെന്ന് താൻ ആഗ്രഹിച്ചാലും, ആ സമയത്തെല്ലാം തന്നെ പരാജയപ്പെടുത്തി അബൂബക്കർ ഒന്നാമനാവാറുണ്ട്. എല്ലാ മത്സരത്തിലും എന്താ പരാജയപ്പെടലാ പതിവുള്ളത്. എത്രാമത് ഒന്നാമത് വരണമെന്ന് ആഗ്രഹിച്ചാലും അതെല്ലാം അബൂബക്കറെ തട്ടിയെടുക്കലാ പതിവ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഇന്നെങ്കിലും എനിക്ക് ഒന്നാമനാകണമെന്ന ആഗ്രഹത്തോട് ഉമർ റളിയല്ലാഹു തആല തന്റെ വീട്ടിലോട്ട് ചെല്ലുകയാ. ഭാര്യയോട് പറഞ്ഞു, നമ്മുടെ വീട്ടിലുള്ള എല്ലാ സമ്പത്തുകളും എടുത്ത് ഒരുമിച്ച് കൂട്ടിവെക്ക്. എല്ലാ സമ്പത്തുകളും, എല്ലാ സ്ഥാവര ജംഗമ സ്വത്തുക്കളും ഒരുമിച്ച് കൂട്ടു. എന്നിട്ട് ഉമർ റളിയല്ലാഹു തആല ഇതിനെ നേർപകുതിയായിട്ട് പതിക്കുകയാ. ഇന്ന് അബൂബക്കറിനെ തോൽപ്പിക്കാൻ പാടില്ല. ഇന്ന് ഒന്നാമതെത്തുന്നത് ഞാനായിരിക്കണം. ആകെയുള്ള സമ്പത്തിനെ രണ്ടായി ഭാഗിച്ചു. ഒരു പകുതി ഭാര്യയോട് പറഞ്ഞു, ഇത് നമ്മുടെ ജീവിതത്തിന്റെ ചെലവിന് വേണ്ടി മാറ്റിവെക്കുക. രണ്ടാമത്തെ പകുതിയുമായി ഇലാ ഹളറത്തി റസൂലില്ലാഹ് ഹബീബായ നബിയുടെ ചാരത്തേക്ക് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ, ഹബീബായ നബിയേ, ഹബീബായ നബിയേ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഒരു ആവശ്യം പറഞ്ഞപ്പോ ഞാനിതാ കൊണ്ടുവന്ന് നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, മറേ നിന്റെ കുടുംബത്തിന് വേണ്ടി എന്താ മാറ്റിവെച്ചത്? ആ സമയത്താണ് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മറുപടി, അല്ലാഹു എനിക്ക് തന്ന സമ്പത്ത് രണ്ടായി ഞാൻ നേർപകുതിയാക്കി. ഒരു പകുതി എന്റെ കുടുംബത്തിനും അതിന്റെ നേർപകുതി ഞാൻ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി തരുന്നു നബിയേ. ഒന്ന് ചിന്തിച്ചു നോക്കുക, ഒരു പുരുഷായുസ് കൊണ്ട് സമ്പാദിച്ചതിന്റെ അർദ്ധ പകുതി അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊന്നുവെട്ടത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു ഹബീബായ മുത്തുനബിയുടെ ചാരത്ത് നിൽക്കുകയാ. ഇനി എന്നെ
അബൂബക്കറെ തോൽപ്പിക്കില്ല. എങ്ങനെയാ അബൂബക്കർ ഇതിൽ കൂടുതൽ എങ്ങനെയാ കൊടുക്കുക? താൻ കൊടുത്തത് ഞാനാണിന്ന് ജയിച്ചത് എന്ന ആഗ്രഹത്തോട് ഉമർ റളിയല്ലാഹു തആല അൻഹു ഹബീബായ നബിയുടെ ചാരത്ത് ഇന്ന് തന്നെ ആര് തോൽപ്പിക്കില്ല, ഈ മത്സരത്തിൽ താൻ ജയിച്ചു എന്ന ആഗ്രഹത്തോടെ നിൽക്കുമ്പോഴാ അതാ മറുഭാഗത്ത് നിന്നൊരു മനുഷ്യൻ മടന്നു വരുന്നുണ്ട്. ആ മനുഷ്യന്റെ തലയിലതാ വെള്ളം കോകുന്ന തോൽപാത്രവൻ തലയിൽ വെച്ച് ഒരു ഈത്തപ്പന മരത്തിന്റെ പായി നിന്റെ കച്ചത്തിൽ മടക്കി വെച്ച് കയ്യിൽ കുറെ ഈത്തപ്പന മരത്തിന്റെ കരങ്ങളുമായി കുരുക്കൾ കൊണ്ട് നിറച്ച ചെറിയൊരു തലയണയുമായി ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തലയിൽ വെള്ളം കോരുന്ന ഈത്തപ്പഴത്തിന്റെ ഏതോ ഒരു ചെറിയ തോല് കൊണ്ടതാക്കി ഒരു തോൽപാത്രവും ഇടത്തെ കയ്യിൽ പാതി കീറിപ്പോയ ഈത്തപ്പന മരത്തിന്റെ ഓല കൊണ്ടുണ്ടാക്കിയ പായയും കച്ചത്തിൽ വെച്ച് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അത് കൊണ്ടുവന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഇട്ടിട്ട് യാ റസൂലല്ലാഹ് അങ്ങ് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ചോദിക്കുമ്പോ തരാൻ എന്റെ കയ്യിൽ ഇതാണ് നബിയെ ഉള്ളത്. ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, അബൂബക്കറെ നിന്റെ കുടുംബത്തിന് വേണ്ടി നീ എന്താ ബാക്കി വെച്ചിട്ടുള്ളത്? ആ സമയത്താണ് മറുപടി വന്നത്, അല്ലാഹുവിന്റെ തിരുദൂതരെ എന്റെ വീട്ടിൽ ഞാൻ മുഴുവനും പരതി നോക്കിയപ്പോ ഈ വെള്ളം കോരുന്ന തോൽപാത്രവും ഈ കടന്നുറങ്ങുന്ന പായല്ലാതെ മൂന്നാമതൊരു സമ്പത്ത് എന്റെ വീട്ടിലില്ല നബിയെ. അത് മുഴുവനും ഞാൻ അങ്ങയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നതാണ്. എന്റെ കുടുംബത്തിന് ഞാൻ ബാക്കി വെച്ചത് അല്ലാഹു വറസൂലുഹു അല്ലാഹു വറസൂലുഹു അല്ലാഹു വറസൂലുഹു അല്ലാഹും അവന്റെ പ്രവാചകനുമല്ലാതെ എന്റെ കുടുംബത്തിന് പിന്നെ ആരുമില്ല നബിയേ. ഇതല്ലാതെ ഞാനൊന്ന് ബാക്കി വെച്ചിട്ടില്ല നബിയേ. ആ സമയത്താണ് ഉമർ റളിയല്ലാഹു തആല പൊട്ടിക്കരഞ്ഞത്. അബൂബക്കറെ അബൂബക്കറെ നിന്നെ തോൽപ്പിക്കാൻ ലോകത്തൊരാൾക്ക് കഴിയില്ല അബൂബക്കറെ. ഈ മത്സരത്തിൽ വിജയിച്ചത് നീയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൊടുത്തു 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 അവസാനം ആരാ? അബൂബക്കർ റളിയല്ലാഹു അൻഹു ആരാ? ഒരു മാസം 40,000 സ്വർണ്ണ നാണയം വരുമാനമുള്ള മക്ക കണ്ട ഏറ്റവും വലിയ കച്ചവടക്കാരനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ആ മനുഷ്യൻ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി കൊടുത്തു കൊടുത്ത അവസാനം സ്വന്തം വീട്ടില് വെള്ളം കോരുന്ന തോൽപാത്രം പോലും കൊണ്ടുവന്ന് കൊടുത്തപ്പോ ഈ മത്സരത്തെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. ഇന്നല്ലദീന സബഖത് ലഹും മിനൽ ഹുസ്നാ ഇന്നല്ലദീന സബഖത് ലഹും മിനൽ ഹുസ്നാ. നന്മയ്ക്ക് വേണ്ടി മത്സരിക്കുക, നല്ലതിനു വേണ്ടി മത്സരിക്കുക. തിന്മയ്ക്ക് വേണ്ടിയുള്ള മത്സരമല്ല. ഈ തിന്മയ്ക്ക് വേണ്ടി, കൊലപാതകത്തിനു വേണ്ടി, കള്ളത്തിനു വേണ്ടി, പലിശയ്ക്ക് വേണ്ടി, പെണ്ണിനു വേണ്ടി, കള്ളിനു വേണ്ടിയുള്ള മത്സരം, ഈ ദുനിയാവിന് വേണ്ടിയുള്ള മത്സരം, ആ മത്സരം തിന്മയ്ക്കുള്ള മത്സരമാണ്. അതിലേക്ക് പോകല്ലേ മക്കളെ, അതിലേക്ക് പോകല്ലേ ചെറുപ്പക്കാരാ. ഇന്നല്ലദീന സബഖത് ലഹും മിനൽ ഹുസ്നാ. മത്സരിക്കുക നന്മയ്ക്ക് വേണ്ടി, എന്നിട്ടൊന്നാമനാവാൻ ശ്രമിക്കുക. അല്ലാഹു നമ്മെ എല്ലാവരെയും ഒന്നാമതെത്തിക്കട്ടെ. അല്ലാഹു നമ്മളെ ഒന്നാമതെത്തിക്കട്ടെ. ഈ നന്മയുടെ മത്സരം, ഇതിനെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, ഇന്നല്ലദീന സബഖത് ലഹും മിനൽ ഹുസ്ന. അങ്ങനെ മത്സരിക്കാൻ കഴിയണമെങ്കിൽ മത്സരിക്കുന്നവർക്ക് ചില യോഗ്യത വേണം. എല്ലാവർക്കും മത്സരിക്കാൻ പറ്റൂല. പറ്റുമോ? മത്സരിക്കാൻ എല്ലാവർക്കും യോഗ്യത കിട്ടും. എന്നാ പിന്നെ ലോകകപ്പ് എല്ലാ ടീമും കയറണ്ട്. അപ്പൊ എല്ലാവർക്കും യോഗ്യത കിട്ടൂല. യോഗ്യത കിട്ടണമെങ്കിൽ, മത്സരിക്കണമെങ്കിൽ മത്സരാർത്ഥി യോഗ്യത കിട്ടണം. MBBS എഴുതണമെങ്കിൽ, എഞ്ചിനീയറിംഗിന് കയറണമെങ്കിൽ എൻട്രൻസ് പാസ്സാവണം. അപ്പൊ എല്ലാവർക്കും എഴുതാൻ പറ്റൂലല്ലോ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുക, നന്മയുടെ കാര്യത്തിൽ മത്സരിക്കാൻ കഴിയണമെങ്കിൽ അതിന് ചില യോഗ്യതകൾ വേണം. ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂൻ ഖുർആനാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കത് ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ മത്സരിക്കാനുള്ള